വരും ചേച്ചി. അളിയൻ ജീവനോടെ ഇറങ്ങി പോന്നല്ലോ ചേച്ചി. അളിയന് ജലദോഷോ? ജയിലിൽ പോയതുകൊണ്ട് ജലദോഷം പിടിച്ചു കാണും. അളിയന് ഞങ്ങളോട് ഇത്ര വൈരാഗ്യം എങ്ങനെ ഉണ്ടായി? ഒരു എഴുത്തുപോലും വായിക്കാൻ തോന്നിയില്ലല്ലോ. കണ്ടില്ലേ മണി മുഖം? ജയിലിൽ പോയിട്ട് ഇന്ന് വരെ ഊണും ഉറക്കവും ഇല്ലാതെ കഴിഞ്ഞ ഭാര്യയോടുള്ള പെരുമാറ്റം. എന്റെ വിധി. എന്റെ അള്ളിയാ. ചേച്ചി, അളിയൻ എന്താ ഒന്നും മിണ്ടാത്തെ? എന്നാ മിണ്ടാന്? നിങ്ങൾ എല്ലാരും കൂടി എന്നെ സെൻട്രൽ ജയിലിൽ കയറ്റിയല്ലോ. അളിയാ, കുറ്റം ചെയ്താൽ സർക്കാർ ശിക്ഷിക്കും അല്ലേ ചേച്ചി? അത് ഞാനെന്ത് കുറ്റം ചെയ്തു? എന്റെ മണി, ചേട്ടൻ എന്തോ തലയ്ക്ക് നല്ല സുഖമില്ലെന്ന് തോന്നുന്നു. അളിയന്റെ കാര്യം കഷ്ടമാണല്ലേ ചേച്ചി? നിങ്ങളെല്ലാം കൂടി എന്നെ ഭ്രാന്തനാക്കും. നിങ്ങൾ നിങ്ങളെ പാട്ടിന് പോയി, ഞാൻ എന്റെ വഴിക്ക്. ചേച്ചി ഒരു കാര്യം ചെയ്യും, വീട്ടിലോട്ട് പോണ്ട, നേരെ ഊളംപാറയിലോട്ട് കൊണ്ടുവയ്ക്കോ. ഇവിടെ അടുത്ത സ്ഥലം. എന്റെ ഭഗവാനെ, ഞാൻ വലഞ്ഞല്ലോ. പിന്നെ നിങ്ങളൊരു തമാശ എല്ലാം കളഞ്ഞ് വേഗം വന്നേ, നമുക്ക് വീട്ടിലോട്ട് പോകാം. ആളെ നമുക്ക് പോവാം. മനുഷ്യ ഒന്ന് പതുക്കെ പിടിക്കേ. വന്നേളിയാ വന്നേളിയാ, സമയമില്ല, വേഗം കയറണം. ഒന്ന് തുറക്കണം, ഒരു 3 ഊളംപാറ. അയ്യോ, കാശുണ്ടോ വെച്ച് കയ്യിൽ? തള്ളയില്ല മോളെ, നിനക്ക് വേണ്ടി പിശിക്ക് പിശിക്ക് പണം ഉണ്ടാക്കി, പിശിക്കാൻ പൽപ്പൂന്ന് പേരും കിട്ടും. നല്ലൊരു ഡോക്ടറെ കൊണ്ട് കല്യാണം ഉറപ്പിച്ചപ്പോ നിനക്ക് ആ കുണുകുണ വായിക്കുന്നവരെ പറയാ പോണം. നടക്കൂലി നടക്കും. എടാ മോനെ, അവർക്ക് ഇല്ലാത്ത കല്യാണം എന്തിനു നടത്തുന്നു? അവശ കലാകാരൻ അകത്ത് പോയിരിക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഇവിടെ തള്ളയുടെ അനുഭവം ഉണ്ടാകും. പറഞ്ഞില്ലെന്ന് വേണ്ട. എന്റെ സുഖത്തിന് വേണ്ടിയാണ് അച്ഛൻ കഷ്ടപ്പെടുന്നതെങ്കിൽ ഈ വിവാഹം എന്റെ മരണത്തിലേ അവസാനിക്കുകയുള്ളൂ. നീ മരിച്ചാലും നിന്നെ കൊണ്ട് ഞാൻ കല്യാണം കഴിപ്പിക്കും. എടാ മോനെ, ഈ സ്വത്തുണ്ടാക്കുന്നതിന്റെ ഒക്കെ അടിസ്ഥാനം മനസമാധാനമായിരുന്നു ജീവിക്കാനല്ലേ? അതുകൊണ്ട് അച്ഛന്റെ കുണുകുണ വായിക്കുന്ന സഞ്ചാരിക്ക് എന്റെ മോളെ പിടിച്ച് കൊടുക്കണോ? ഒന്നും പറയണ്ട മുത്തച്ഛ, അച്ഛന്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. എന്റെ ഇഷ്ടത്തിന് ജീവിക്കാനാണ് ഞാൻ പണം ഉണ്ടാക്കുന്നതും ജീവിക്കുന്നതും. അച്ഛനായാലും കൊള്ളാം, അച്ഛന്റെ അച്ഛനായാലും കൊള്ളാം, അത് ഓർമ്മ വേണം. നിങ്ങൾ ഇത്ര കണ്ണുചോരയില്ലാത്ത മനുഷ്യനായി പോയല്ലോ. മരിച്ചുപോയ കുഞ്ഞിനെ കുറിച്ച് ഒരു വാക്ക് പോലും പറയുന്നില്ലല്ലോ. എന്റെ മുഖത്തേക്കൊന്ന് നോക്കിയേ. നമുക്കിനി ഒരു കുഞ്ഞു വേണ്ടേ? അടുത്ത വർഷം നമുക്ക് കുഞ്ഞിനെയും കൊണ്ട് ഗുരുവായൂരിൽ ചോറ് കൊടുക്കാൻ പോകണ്ടേ? വരൂ, കിടക്കാം. വരുന്നേ. അയ്യോ, നീ ഒന്നു ഉറങ്ങ. എന്റെ കാമുകി എന്നെ ഓർത്ത് കരയുകയാണ്. എന്റെ ദൈവമേ, ഏത് തേവിടിച്ച് എന്റെ ഭർത്താവിന് കൈവശം കൊടുത്തിരിക്കുന്നത്? നീ ഒന്ന് കിടന്നുറങ്ങ.
മോൻ ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ ഉടനെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള സെമിത്തേരിയിൽ ആ വലിയ കരിങ്കൽ കുരിശിന്റെ അടിയിൽ അതെടുത്ത് മോൻ വലിയ പണക്കാരനായി ജീവിക്കണം. നിൽക്കവിടെ. അയ്യോ, സത്യം പറയും, നീ ആരാണ്? ഈ നിധി ആരുടേതാണ്? അയ്യോ, ഇതെന്റെ അച്ഛന്റെ സമ്പാദ്യമാണ്. കഷ്ടകാലത്ത് ഞാൻ ജയിലിൽ കഴിയേണ്ടതായി വന്നു. അവിടെ വെച്ച് ഞങ്ങളുടെ ശങ്കരമ്മാവനെ കണ്ടു. അദ്ദേഹമാണ് ഇതേക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നത്. ഞാനൊരു പാവ സഞ്ചാരിയാണ്. ഓ, അപ്പോഴെന്റെ അച്ഛനെ കുത്തിക്കൊന്ന ശങ്കരന്റെ കൂട്ടുകാരനാണ് നീ. നിന്നെ ഞാൻ തേടി നടക്കുകയായിരുന്നു. നിന്നെ എന്റെ കൈക്ക് തന്നെ കിട്ടി. ഞാൻ ആരാണെന്നറിയാം. നിന്റെ അമ്മാവൻ ശങ്കരൻ കുത്തിക്കൊന്ന വാസുവിന്റെ മകനാണ് ഞാൻ, ഭാർഗവൻ. അയ്യോ, നീ ഭാർഗവനാണല്ലേ? അനുജ, ഞാൻ ഇന്നലത്തെ പോലെ ഓർക്കുന്നു. നിന്റെ അച്ഛനെ കൊന്നത് ശങ്കരമ്മാവനല്ല, നിന്റെ വല്യച്ഛനാണ്, കേശവ വല്യച്ഛൻ. വല്യച്ഛൻ? കേശവൻ വല്യച്ഛൻ? അതെ, ഞാൻ ഇന്നലത്തെ പോലെ ഓർത്തു പോകുന്നു. എന്തായാലും ഞാൻ നിന്നെ കൊല്ലാത്തത് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല. നിന്റെ പെങ്ങൾ സുമം എന്റെ ജീവന്റെ ജീവനാണ്. കൂടാതെ നിന്റെ അച്ഛനെ കൊന്ന് കെട്ടിത്തൂക്കിയത് എന്റെ അച്ഛനാണെന്നുള്ള ദുഃഖസത്യം. ഈശ്വര, ഞാൻ എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? എന്റെ അച്ഛനെ കൊന്ന് കെട്ടിത്തൂക്കിയതാണോ? ഇതെല്ലാം ഞാൻ കേട്ടറിഞ്ഞതാണ്. അനുജ, എനിക്ക് എന്റെ പൊന്നു പെങ്ങളെ ഒന്ന് കാണണം. ഈ നിധി പകുതി എന്റെ സുമത്തിന് കൊടുക്കണം. നിന്റെ പെങ്ങൾ ഞാനാണ് അവളെ വിവാഹം കഴിക്കുന്നത്. കൊടുക്കാം, തീർച്ചയായും കൊടുക്കാം. വാ. അങ്ങനെ രണ്ടുപേരും കൂടി അങ്ങ് പോകാൻ വരട്ടെ. പിന്നെ ആ സ്വത്തിന്റെ പകുതി എനിക്കും വേണം. നീ ആരാ നിധി ചോദിക്കാൻ? നിന്നെപ്പോലൊരു മനുഷ്യൻ. പിന്നെ വഴിയെ പോകുന്നവർക്കെല്ലാം കൊടുക്കാനുള്ളതല്ല എന്റെ അച്ഛന്റെ സ്വത്ത്. അവിടെ കിടന്ന് മാന്തിയെടുക്കുന്ന ഞാനും കണ്ടതല്ലേ. അതിൽ പകുതി എനിക്കും വേണം. ഇല്ലെങ്കിൽ വാങ്ങിക്കും. പിന്നെ സ്നേഹം കൊണ്ട് പറയുകയാണ്, വഴക്കിനും വയ്യാവലിക്കൊന്നും പോകണ്ട. നമുക്ക് സ്നേഹത്തിൽ പിരിയാം. ഇത് കണ്ടോ? ഓ പിന്നെ അതിനേക്കാൾ വലുത് എന്റെ കയ്യിലുമുണ്ട്. ഇത് കണ്ടോ? ദൈവമേ, ഇതെന്തൊരു മഹാഭാവമാണ്. ഒരു നിധി കിട്ടിയാൽ സുഖിക്കാമെന്ന് വിചാരിച്ചപ്പോ ഈ മഹാഭാവികള് പകുതി എനിക്ക് തന്നിട്ട് പോയി സുഖിച്ചോ? അയ്യോ, രണ്ടുപേരും കൂടെ പങ്കിട്ടെടുക്കുന്ന ഞാൻ നോക്കി നിൽക്കണം അല്ലേ? ഞാനും ഇവനുമായി രക്തബന്ധമെങ്കിലും ഉണ്ട്. നീ ആരാടാ? ഈ നിധി തേടി നടക്കുന്ന ഒരു മനുഷ്യൻ, ഒരു സാധു കുടുംബത്തെ മുഴുവൻ നശിപ്പിച്ച ഘാതകന്മാരെ അന്വേഷിച്ച് നടക്കുന്ന ഒരു സഞ്ചാരി. നീ എന്നെ അറിയുമോ? നിന്നെ മാത്രമല്ല, അവനെയും അറിയാം, അവന്റെ സഹോദരിയും അറിയാം. നമ്മൾ തമ്മിൽ വഴക്ക് വേണ്ട. നിധി മൂന്നായിട്ട് ഭാഗിക്കാം. വേണ്ട വേണ്ട, എന്റെ അച്ഛന്റെ സ്വത്ത് ഞാൻ ആർക്കും തരൂല്ല. എടാ അനിയ, സ്വത്തിനേക്കാൾ സ്നേഹിക്കേണ്ടത് മനുഷ്യനെയാണ്. അനിയാന്നൊന്നും വിളിച്ച് എന്നെ മയക്കണ്ട.